അപ്പം ഞാൻ നിൽക്കുന്നത് എന്തായാലും അമ്പലപ്പുഴയിലാണ്. ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ഫോക്കൽ പോയിന്റ് ആകുന്ന ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ 65 വർഷത്തോളം CPIM എന്ന പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ആ പാർട്ടിയെ വളർത്തുകയും ആ പാർട്ടിക്കായി തന്ത്രങ്ങൾ മെനയുകയും ഒക്കെ ചെയ്ത ജി സുധാകരൻ എന്ന വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തനിക്ക് പാർട്ടിയിൽ ഒരു അസ്തിത്വമില്ല എന്ന ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പാർട്ടിയെ വിട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ജി സുധാകരനിസം വളരെയേറെ ഉള്ള ഒരു മണ്ഡലമാണ് ഈ അമ്പലപ്പുഴ എന്ന് പറയുന്നത്. ഈ ജി സുധാകരനിസം ഒരു ജി സുധാകരൻ ഇഫക്റ്റിലേക്ക്, ഒരു ഇമ്പാക്റ്റിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇവിടെ പറയുന്ന ചില കണക്കുകൾ പ്രകാരം എക്സലാം വരുമ്പോഴേക്കും ജി സുധാകരൻ നേടിയ 22,000-ലേറെ ഭൂരിപക്ഷം എന്നത് 11,000-ആയി കുറഞ്ഞു, അതായത് പകുതിയായി കുറഞ്ഞു. അപ്പൊ ഇത്തവണ വരുമ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റ് ആകും. ജി സുധാകരൻ പറയുന്ന ചില കണക്കുകളുണ്ട്. 50,000 UDF വോട്ടുകളുണ്ട്. നിങ്ങൾ എനിക്ക് അത് മാത്രം തന്നാൽ മതി. ബാക്കിയുള്ള വോട്ടുകൾ ഒരു 5,000 NDA വോട്ടുകൾ, ബാക്കി ഉള്ള വോട്ടുകൾ, ഇതൊക്കെ ഞാൻ ഒപ്പിച്ചോളാം. അപ്പൊ മണ്ണും വെള്ളവും ഒക്കെ സമൂഹത്തെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ജീവനോപാധിയാകുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ നാട്ടിൽ നിന്ന് എന്തായിരിക്കാം ജനമനസ്? ഈ മണ്ഡലത്തിന്റെ ഒരു ചിത്രത്തിലേക്ക് നമുക്ക് പോവാം. ഇപ്പൊ സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷകൾ ഓടിക്കുന്നവർ, അവരുടെ മനസ്സ്, അവരുടെ സാമ്പത്തിക ശാസ്ത്രം, അവരുടെ രാഷ്ട്രീയ മനസ്സ്, ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു കാലാവസ്ഥ? കുഴപ്പമില്ല, എച്ച്സലാമിനുള്ളതാണ് എന്നുള്ള ഭൂരിപക്ഷത്ത്. അമ്പലപ്പുഴ എച്ച്സലാമിനുള്ളതാണെന്നാണ് ചേട്ടൻ പറയുന്നത്. നമ്മുടെ ഈ ജി സുധാകരൻ 65 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പാർട്ടി, ഈ എച്ച്സലാം അടക്കമുള്ളവരെ പാർട്ടി തന്ത്രങ്ങൾ പഠിപ്പിച്ച ആളാണ്. ആ വ്യക്തി മറുചേരിയിലേക്ക് പോകുന്നു, ഒരു ഇഫക്റ്റ് ഉണ്ടാക്കില്ലേ? കാണിക്കുന്ന കാലുവാരി തന്നെ കാണിക്കുന്ന മോശമായി പോയി. അതെന്താ ചേട്ടാ, നമ്മൾ വീട് മാറാറില്ലേ, ജോലി മാറാറില്ലേ, സ്കൂള് മാറാറില്ലേ, അപ്പൊ പാർട്ടി മാറാൻ പാടില്ലേ? കൂടെ നിന്നിട്ട് പോയത് മോശമായി പോയി. ഇപ്പോഴും എല്ലാരും അങ്ങനെ ഒന്നിച്ച് നിൽക്കണമെന്നുണ്ടോ? അങ്ങനെയല്ല, ഒരു ഇതുകൊണ്ട് അങ്ങനെ കൊടുക്കാവുന്ന അത്രയും പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതാ പാർട്ടിക്കാര്. പിന്നെ അത് അങ്ങനെ കാണിച്ചത് ഒരു മോശമായി പോയെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പൊ നമുക്ക് വേറെ ആളിനോട് ചോദിക്കാം. ചേട്ടാ, അമ്പലപ്പുഴയിലെ വോട്ടറാണോ? ഇല്ല. ഓക്കെ. ചേട്ടാ, അമ്പലപ്പുഴയിലെ വോട്ടറാണോ? വോട്ടറാണോ? ആലപ്പുഴയാ? ചേട്ടൻ അമ്പലപ്പുഴയിലെ വോട്ടറാണോ? ആലപ്പുഴയിൽ TV ചിത്തരഞ്ജൻ ജയിക്കും. അമ്പലപ്പുഴയിൽ എച്ച്സലാമും ജയിക്കും. എന്താ കാര്യം? ഭൂരിപക്ഷത്തോടെ ജയിക്കും. കാര്യം എന്താ? സുധാകരൻ തിരിഞ്ഞത് കാരണമുണ്ട്, LDF നിന്നിട്ട് തിരിഞ്ഞു പോയത് കാരണമുണ്ട്. LDFകാരെല്ലാം ഒരൊറ്റ വോട്ട് സുധാകരന് കിട്ടത്തില്ല. ഉറപ്പ്? സുധാകരൻ പറയുന്നത് 90,000 വോട്ട്, 1,40,000 വോട്ട്. അപ്പൊ ഇത്തവണ തെങ്ങിൻ തോപ്പ് ഇവിടെ തഴച്ചു വളരില്ല? ഉറപ്പായിട്ടില്ല. പുള്ളി പറയുന്നത് പുള്ളിക്ക് കോൺഗ്രസ്സുകാരും BJPക്കാരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ അത് പുള്ളിയുടെ കയ്യിരിക്കത്തുള്ളൂ, പുള്ളിയെ തോറ്റു. അപ്പൊ നമുക്ക് വേറെ ആൾക്കാരോട് ചോദിച്ചേട്ടാ, എന്താ അഭിപ്രായം, ഇവിടെ ആര് ജയിക്കും? എങ്ങനെ പറയാനോ, ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ജനങ്ങളാ തീരുമാനിക്കുന്നത്. എന്നാലും ഒരു സാധ്യത പറയാലോ. ചേട്ടൻ എത്രയോ വർഷങ്ങളായി വോട്ട് ചെയ്യുന്ന. ഒരു സാധ്യതയും പറയാനില്ല. ഇല്ല. അപ്പൊ ചേട്ടൻ പറയുന്ന ഒരു സാധ്യതയും പറയാനില്ലെന്നാണ്. അശ്വിനെ, നമ്മൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജി സുധാകരന് വളരെ വളരെ പ്രബലനായ ഒരു നേതാവാണ്. അപ്പൊ ഇവിടെ പലരെയും തന്നെ പണി പഠിപ്പിച്ചതും ജി സുധാകരനാണ്. നമുക്ക് അവിടെ കുറച്ച് കരിക്കടയൊക്കെ ഉണ്ട്, അവിടെ പോകുന്നത് വരെ. അപ്പൊ ഈ ജി സുധാകരന്റെ ഈ ഒരു പാർട്ടി മാറ്റം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും അത് വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് പൊതുജനങ്ങളടക്കം പറയുന്നത്. നമുക്ക് ഈ അമ്പലപ്പുഴ മണ്ഡലത്തിലേക്ക് പല റോഡുകളും പാലങ്ങളും എല്ലാം സുധാകരന്റെ കാലത്ത് വന്നാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചേട്ടാ, അമ്പലപ്പുഴയിലെ വോട്ടറാണോ? അമ്പലപ്പുഴ വോട്ടറാ. ഇവിടുത്തെ അവസ്ഥ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റുന്ന സ്ഥിതിയാണ്. സുധാകരൻ സാറ് ഇടയ്ക്ക് നിൽക്കുന്ന ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. സുധാകരൻ കുറച്ച് വോട്ട് പിടിക്കും. ചേട്ടൻ ഇളനീരൊക്കെ വാങ്ങിച്ചോണ്ട് പോവാണ്. ചേട്ടാ, അപ്പൊ നമുക്ക് ഒരു ചേട്ടനോടുകൂടെ ഒന്ന് ചോദിച്ചിട്ട് നമുക്കൊരു ഇടവേളയൊക്കെ. ചേട്ടാ, കരിക്ക് കച്ചവടമൊക്കെ നന്നായി പോകുന്നുണ്ടോ? നന്നായിട്ട് പോകുന്നുണ്ട്, ചൂടായുണ്ട്, നന്നായിട്ട് കരിക്ക് ചിലവാകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. രാഷ്ട്രീയ ചൂടുണ്ടോ? രാഷ്ട്രീയ ചൂടുമുണ്ട്. രാഷ്ട്രീയം അങ്ങ് കലങ്ങി മറിഞ്ഞ് കിടക്കല്ലേ, ഭയങ്കര പ്രചരണമല്ലേ. മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞ് കിടക്കും. പക്ഷേ ഈ കലങ്ങി മറിഞ്ഞ് വരുമ്പോ എന്തായിരിക്കും അവസാനത്തെ ഒരു റിസൾട്ട്? പൊതുവെ ജി സുധാകരൻ സാറിന് അനുകൂലമായിട്ടൊരു പോക്കാണ് കാണുന്നത്.
കാരണം അഴിമതി ഇല്ല എന്ന് പറയുന്നുണ്ട്, വികസന നായകൻ എന്ന് പറയുന്നത് സത്യമാണോ? നമ്മളെ ഒരു പ്രചരണത്തിന് വേണ്ടി പറയുന്നതായിരിക്കും, എനിക്കറിയില്ല അതിനെ കുറിച്ച് അറിയില്ല. അപ്പോ ചേട്ടൻ പറയുന്നത് സുഖനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോ ഈ രണ്ട് തരം അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് എക്സലാം വീണ്ടും ഇവിടുത്തെ MLA ആകും എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കൂട്ടർ പറയുന്നു ജി സുധാകരനെ പോലെ അഴിമതി രഹിത പ്രതിച്ഛായയുള്ള വികസന നായകൻ എന്ന മുഖമുള്ള ഒരു നേതാവ് വീണ്ടും ഇവിടെ വരുമെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.